ഇപ്പോൾ ശ്രീ VPP മുസ്തഫ കൂടി ചേരുകയാണ് ഈ വിഷയത്തിൽ. ശ്രീ VPP മുസ്തഫ, നോക്കൂ, ഒരു ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷേ കരുതിക്കൂട്ടി എന്നോണം ഒരു സർക്കാർ ഓഫീസ്, ഒരു ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർക്കുക, പോലീസുകാരെ ആക്രമിക്കുക, സ്വാഭാവികമായും കേസ് ഉണ്ടാകും. കേസിന്റെ ഭാഗമായി അറസ്റ്റിലേക്കും കടക്കേണ്ടി വരും. പക്ഷേ ഭരണകൂട ഭീകരത, മുസ്ലിം വിരുദ്ധത എന്നൊക്കെയുള്ള ന്യായമുയർത്തിയാണ് PV അൻവർ ഈ അറസ്റ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്, പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് കാണുന്നത് താങ്കൾ? PV അൻവർ ആദ്യത്തെ കുറച്ച് നാളുകൾ CPIM-നോടുള്ള വിച്ഛേദത്തിന് ശേഷം മാധ്യമങ്ങൾ കൊണ്ടു നടന്നതാണ്. എന്നാൽ പാലക്കാട് ആലത്തൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മാധ്യമവും PV അൻവറിന് സ്പേസ് കൊടുക്കുന്നില്ല. UDF-ലേക്ക് ചേക്കാറാൻ നോക്കി, അവിടെയാണെങ്കിൽ അടുപ്പിക്കുന്നുമില്ല. അപ്പൊ ഈ നിൽക്കക്കള്ളി എന്നുള്ള നിലയിൽ അവസാനത്തെ ഒരു കച്ചിത്തിരുമ്പ്, അതിന് കിട്ടിയ ഒരു സന്ദർഭം, ഒരു ആദിവാസി യുവാവിന്റെ ദൗർഭാഗ്യകരമായ മരണം, അത് ഒരു മരണമല്ലല്ലോ നടന്നിട്ടുള്ളത്, ചില സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനെ ഉപയോഗിച്ച് അവസാനത്തെ ഒരു കച്ചിത്തിരുമ്പ് എങ്ങനെയെങ്കിലും വീണ്ടും മാധ്യമങ്ങളിൽ ജീവിക്കാൻ കഴിയണം. ജനങ്ങളുടെ പിന്തുണയില്ല. അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ വലിയ ഇളക്കമൊന്നും തട്ടിക്കാൻ വേണ്ടി കഴിയുന്നില്ല. മാധ്യമങ്ങൾ കുറച്ചു കാലം കൊണ്ടു നടന്നതല്ലാതെ അതിനുവേണ്ടി അവസാനത്തെ ഒരു പരിശ്രമം എന്നുള്ള നിലയിലാണ് ആദിവാസി യുവാവിന്റെ ദൗർഭാഗ്യകരമായ മരണത്തെ മുന്നിൽ നിർത്തി ഇപ്പോ സംസ്ഥാന ഗവൺമെന്റിനെതിരെയും പിണറായിക്കെതിരെയും, നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിന്റെ പ്രസ്താവന മുഴുവൻ അതല്ലേ. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം തന്നെ നടത്തിയിട്ടുള്ള സമരം, അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹവും ചേർന്നിട്ട് അവിടെ പൂട്ടിക്കിടന്ന ഓഫീസാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് കയറാൻ മനസ്സിലാക്കാം. കൂട്ടിക്കിടന്ന ഓഫീസിന്റെ താഴെ തകർത്ത് അതിനകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന പൊതുമുതൽ നശിപ്പിച്ചു. സ്വാഭാവികമായിട്ടും ഉണ്ടായ ഒരു കേസും അറസ്റ്റും എന്നല്ലാതെ അതിനപ്പുറത്ത് എന്ത് പുതുമയാണുള്ളത്? ഇന്നിപ്പോൾ ജാമ്യത്തിന് ശ്രമിക്കുന്നില്ല PV അൻവർ എന്നുള്ളതാണ്. അതായത് നാളെ മാത്രം, ഇന്ന് ജയിലിൽ കിടക്കാൻ അദ്ദേഹം തയ്യാറാണ്. അറസ്റ്റ് ചെയ്യാൻ വന്ന ഘട്ടത്തിലും ഞാൻ അറസ്റ്റ് വരിക്കുന്നു എന്ന് വളരെ ധീരതയോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിവേഷം, അത് വളരെ സ്വാഭാവികമായും ആവശ്യമായിരുന്ന ഒരു ഘട്ടത്തിൽ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ, അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ PV അൻവർ അതിന് തന്നെ ശ്രമിക്കുകയാണോ? ഇപ്പോൾ കോൺഗ്രസിന്റെ അടക്കം പിന്തുണ PV അൻവറിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അൻവർ ഉയർത്തുന്ന അതേ വാദങ്ങൾ പ്രതിപക്ഷവും ഉയർത്തുകയാണ്. അല്ല, ഇതിൽ വേറൊന്നുമില്ല. പ്രതിപക്ഷത്തിന് ഇതിൽ വേറെ ആത്മാർത്ഥതയൊന്നുമില്ല. കോൺഗ്രസ് ഈ പറയുന്നതിൽ വേറെ ആത്മാർത്ഥതയൊന്നുമില്ല. കാരണം അദ്ദേഹം ഇവരുടെയൊക്കെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? എങ്ങനെയെങ്കിലും എനിക്കൊരു ബർത്തത എന്ന് പറഞ്ഞിട്ട് അതിൽ സുധാകരൻ ഒരു നിലപാടെടുക്കുന്നു, VD സതീശൻ വേറൊരു നിലപാടെടുക്കുന്നു. ഇദ്ദേഹം ഡൽഹിയിൽ വരെ പോയി നോക്കി. അവിടെ ഏതെല്ലാമോ വാതിലുകൾ കോൺഗ്രസിന്റെ മുട്ടി നോക്കി. ഒരാളും തുറക്കാൻ തയ്യാറായില്ല. KC വേണുഗോപാൽ തുറന്നു എന്നും പറയുന്നു, തുറന്നില്ല എന്നും പറയുന്നു. ഇങ്ങനെയൊക്കെ കോൺഗ്രസ്സുകാർ അതുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി ഇപ്പൊ എന്തെങ്കിലും വർത്തമാനം പറയുന്നതിൽ വേറെ കാര്യമൊന്നുമില്ല. കാരണം മാധ്യമങ്ങൾ ഈ അറസ്റ്റിനെ വാർത്തയാക്കുന്നു, അതിന് കുറച്ച് സ്പേസ് കൊടുക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ എന്നാ കിടക്കട്ടെ ഞങ്ങളുടെ പേരും എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ്സുകാരൻ്റെ ഒരു പ്രസ്താവന ഇറക്കുന്നതേ ഉള്ളൂ. അതില് അൻവറിനോടുള്ള താല്പര്യമോ എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയോ അക്കാര്യത്തിലില്ല. പക്ഷെ ഇദ്ദേഹം നടത്തുന്നത് ശുദ്ധമായ നാടകമാണ്. ഒരു ആദിവാസി വിഷയത്തിലും ഇദ്ദേഹത്തിനുള്ള താല്പര്യമല്ല, ഏതെങ്കിലും ജനകീയ വിഷയത്തിൽ ഇദ്ദേഹത്തിനുള്ള താല്പര്യമല്ല. അതെല്ലാം PV അൻവറിന് പോയി കഴിഞ്ഞു. കാരണം ജനങ്ങളുടെ പിന്തുണ പോയി കഴിഞ്ഞു, ആദിവാസി ജനങ്ങളുടെ പിന്തുണ പോയി കഴിഞ്ഞു. അതിലൊന്നും ഇനി കാര്യമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രാഷ്ട്രീയ ഉപജീവനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തി വീണ്ടും ഞാനിതാ ഇവിടെ അവസാനിച്ചിട്ടൊന്നുമില്ല, PV അൻവർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തനി തറ നാടകം. അതിനപ്പുറത്ത് ഈ കാര്യങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള മൂല്യമില്ല. മാധ്യമങ്ങൾ കുറച്ചു നേരം ഇതൊരു വാർത്തയാക്കുമെന്നല്ലാതെ അതിനകത്ത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചലനം സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുകയില്ല. ശരി, വളരെ നന്ദി. ശ്രീ VPP മുസ്തഫ, CPIM നേതാവാണ് പ്രതികരിച്ചത്.